ക്രിസ്ത്യൻ വിഭാഗത്തെ ഒപ്പം നിർത്താൻ സജീവ ഇടപെടലുമായി ബി.ജെ.പി. ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ നടത്തിയ ക്രിസ്മസ് വിരുന്നിൽ ബിഷപ്പുമാർ ഉൾപ്പെടെ 60 പേർ പങ്കെടുത്തു. ബി.ജെ.പി. അധ്യക്ഷൻ ജെ.പി. നദ്ദ ഡൽഹി സേക്രഡ് ഹാർട്ട് പള്ളിയിലെത്തി ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കുചേരുകയും ചെയ്തു. കേരളത്തിൽ ബി.ജെ.പി. നേതാക്കൾ ക്രിസ്ത്യൻ പള്ളികളിലേക്കും വീടുകളിലേക്കും സ്നേഹയാത്ര നടത്തുകയാണ്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. വിരുന്നിൽ വീഴുമോ? ബി.ജെ.പിയുടെ ക്രിസ്ത്യൻ സൗഹൃദം വിജയം കാണുമോ? കേരളത്തിലെ ബിഷപ്പുമാരുടെ നിലപാട് എന്താണ്? കേക്കിൽ മറക്കുമോ മണിപ്പൂർ? ഈ ചർച്ചയിൽ എന്നോടൊപ്പം ശ്രീ വി പി ശ്രീപത്മനാഭൻ ബി.ജെ.പി., ശ്രീമതി ദീപ്തി മേരി വർഗീസ് കോൺഗ്രസ്, ശ്രീ കെനഡി കരിമ്പിൻ കാലായിൽ കാത്തലിക് ഫോറം, ശ്രീ ഷൈജു ആന്റണി സഭ സുതാര്യതാ സമിതി എന്നിവർ. വളരെ ചെറിയ ഒരു ഇടവേള, അതിനുശേഷം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ ശ്രീപത്മനാഭൻ, ഇതുപോലെ കഴിഞ്ഞ ഈസ്റ്ററിന്റെ സമയത്തും ബി.ജെ.പി. ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് സ്നേഹയാത്ര നടത്തിയിരുന്നു. ഈസ്റ്റർ കഴിഞ്ഞ ഉടനെയാണ് ഏപ്രിൽ 25-ാം തീയതി പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിലെ എല്ലാ സഭാ വിഭാഗന്മാരുടെയും പ്രധാനപ്പെട്ട ബിഷപ്പുമാരെ പ്രധാനമന്ത്രി നേരിട്ട് കാണുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് മെയ് 3 ആകുമ്പോഴേക്ക് മണിപ്പൂരിൽ കലാപം തുടങ്ങി. പിന്നെ അങ്ങോട്ട് നമുക്കറിയാമല്ലോ, റബ്ബർ ഷീറ്റിന് വില വർദ്ധിപ്പിച്ചാൽ കേരളത്തിൽ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യാനും തയ്യാറാണ് എന്ന് പറഞ്ഞ ബിഷപ്പ് പാംപ്ലാനി പിന്നെ പറഞ്ഞത് വംശഹത്യ, ജീനോസൈഡ് നടന്നു എന്നാണ്. അപ്പോൾ ആ നിലയിലുള്ള സംഭവ വികാസങ്ങൾ, നിലപാടുകൾ പിന്നീട് നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഉത്സവ സന്ദർഭങ്ങളിൽ വിരുന്ന് കൊടുക്കുക, അതല്ലെങ്കിൽ നല്ല വർത്തമാനം പറയുക എന്നുള്ളത് കൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് ബി.ജെ.പിക്ക് കടന്നു കയറാൻ കഴിയുമോ? ആരാപ്പ ഇതൊക്കെ വോട്ടിന് വേണ്ടി ചെയ്തതാന്ന് പറഞ്ഞത്? ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു നയമാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും തങ്ങളിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത്. അത് കേന്ദ്ര സർക്കാരിനും ആ നയമുണ്ട്, സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും വിശ്വാസത്തിലെടുക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതികളാണ് നടക്കുന്നത്. ബി.ജെ.പിയുടെ അധ്യക്ഷൻ പോയത് പാർട്ടിയുടെ അജണ്ട വെച്ചിട്ടാണ്, പ്രധാനമന്ത്രി പോയത് സർക്കാരിൻ്റെ അജണ്ട വെച്ചിട്ടാണ് പ്രധാനമന്ത്രി നേതാക്കന്മാരെ കണ്ടത്. ഇതിൽ എലക്ഷനും വോട്ടും ഒന്നുമില്ല. എലക്ഷൻ്റെയും വോട്ടിൻ്റെയൊക്കെ കഥ ഞാൻ പിന്നെ പറയാം. മിസോറാമിലെ എലക്ഷനിൽ കണ്ടതൊക്കെ അവിടെക്കട്ടെ. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമൊന്നുമല്ല. ഇത് ഇന്ന് നടന്നത്, ഡൽഹിയിൽ നടന്നത് ഒരു കൾച്ചറൽ ആൻഡ് സോഷ്യൽ പ്രോഗ്രാമാണ്. ഇന്ത്യയിലെ പ്രഗത്ഭരായ ക്രിസ്ത്യൻ മത നേതാക്കന്മാരുമായി, മത മേലധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി സംസാരിച്ചു. പ്രധാനമന്ത്രിയുടെ ആ സംസാരവും അവിടെ നടന്ന പരിപാടികളുമൊക്കെ ലൈവായി എല്ലാവരും കണ്ടതാണ്. പ്രധാനമന്ത്രി അവിടെ രാഷ്ട്രീയമൊന്നും പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി രാജ്യത്ത് ഇന്നത്തെ അവസ്ഥ, രാജ്യത്തിന് 2047 ഇന്ത്യ വൻ ശക്തിയായി മാറേണ്ടതിൻ്റെ ആവശ്യം, ക്രിസ്തീയ സമുദായം അല്ലെങ്കിൽ ക്രിസ്തീയ സംഘടനകൾ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും നടത്തിയ സംഭാവനകൾ, വരാൻ പോകുന്ന ഈ കാലഘട്ടം, അതായത് അമൃത് കാലം, ആ അമൃത് കാലത്തിൽ നമ്മുടെ നാട്ടിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അതിനെ സംബന്ധിച്ച് ക്രിസ്ത്യൻ സംഘടനകളിൽ നിന്നും അവരുടെ വിഭാഗങ്ങളിൽ നിന്നും ഉണ്ടാവേണ്ട സഹകരണം, യുവാക്കൾക്ക് നൽകേണ്ട കാര്യങ്ങൾ, സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ പ്രയാസ്, സബ്കാ വിശ്വാസ്, അത് നേടിയെടുത്തുകൊണ്ട് 2047 ഭാരതം എത്തേണ്ട അവസ്ഥ, അതുപോലെ ആരോഗ്യരംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങൾ, ഈ വക കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതോടൊപ്പം അവരുടെ ഇന്ന് ക്രിസ്തുദേവൻ്റെ ജന്മദിനമാണ്, അതിന് ആശംസ നേരുന്നു. ഇത് ഒരു സാമൂഹ്യ സാംസ്കാരിക പരിപാടിയാണ്. അതിലപ്പുറം ആ കാര്യത്തിൽ ഒന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രി അങ്ങനെ രാഷ്ട്രീയം പറയുന്ന ആളുമല്ല. അയാൾ രാഷ്ട്രീയം പറയേണ്ട സ്ഥലത്തെ പ്രധാനമന്ത്രി പറയാറുള്ളൂ. അവിടെ പ്രധാനമന്ത്രി പറയുമ്പോൾ അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇവിടെ പ്രധാനമന്ത്രി ഒരു സാമൂഹ്യ ഉത്സവത്തിൽ ഒരു സന്ദേശം കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായും. ഓക്കെ, അതാണ് ബി.ജെ.പിയുടെ പോയിന്റ് ഓഫ് വ്യൂ. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ക്രിസ്തുവിന്റെ ദർശനങ്ങൾ നല്ല കാര്യം ചെയ്യാൻ എനിക്ക് വഴിവിളക്കായി നിൽക്കുന്നു എന്നൊക്കെ ഇന്ന് പ്രധാനമന്ത്രി പ്രസംഗിച്ചു. ഇപ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്തു മതത്തിൽ നിന്നുള്ള അതിൻ്റെ ഒരു പരിച്ഛേദമായി കാണാൻ കഴിയുന്ന 60 ആളെ കണ്ടു, അല്ലെങ്കിൽ അവർക്കൊരു വിരുന്ന് ഹോസ്റ്റ് ചെയ്തു എന്നുള്ളത് സാധാരണ നിലയിൽ അത് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ ശ്രീപത്മനാഭൻ പറയുന്നത് പോലെ അത് വളരെ നിഷ്കളങ്കമായി ചെയ്യുന്നതാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി അതിന് യാതൊരു ബന്ധവുമില്ല, ഒരു സാമൂഹ്യ ഇനീഷ്യേറ്റീവ് എന്നുള്ള നിലയിൽ ചെയ്യുന്നതാണ് എന്ന് കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നുണ്ടോ? ഈ ബി.ജെ.പിയുടെ പ്രതിനിധിക്ക് അങ്ങനെ മാത്രമേ പറയാൻ കഴിയുള്ളൂ. അത് പറയാനാണല്ലോ അദ്ദേഹത്തെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ, അത് ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും ഒക്കെ, ന്യൂനപക്ഷങ്ങൾ, ദളിത്, അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആശങ്ക രാജ്യത്ത് നിലനിൽക്കുകയാണ്. എന്താണ് കഴിഞ്ഞ മെയ് മാസത്തിൽ
മണിപ്പൂർ കലാപം തുടങ്ങുന്നതിന് മുൻപായിരുന്നു ഈസ്റ്റർ. താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈസ്റ്റർ സമയത്താണ് ക്രിസ്ത്യൻ ദേവാലയങ്ങൾ സന്ദർശിച്ചത്. ആ സന്ദർശനം കഴിഞ്ഞ് ഉടനെയാണ് മണിപ്പൂർ വിഷയമുണ്ടാകുന്നത്. എങ്ങനെയായിരുന്നു അതിനോട് പ്രതികരിച്ചിരുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ ഒരു ഭരണകൂടം ചെയ്യേണ്ടത്? ഒരു സമുദായവുമായി ബന്ധപ്പെട്ട്, ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ള അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട്. അതുപോലും ചെയ്യാൻ പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. വളരെ ഏകപക്ഷീയമായി നിലപാടുകൾ എടുക്കുന്ന, ഇന്നിപ്പോൾ ഈ വിരുന്ന് വിളിച്ചിരിക്കുന്നു ക്രിസ്മസുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് കേരളത്തിലെ BJP ആണെങ്കിൽ വീടുകളിലെല്ലാം കേക്ക് കൊടുക്കാനുള്ള തിരക്കാണ്. എന്നാൽ ഈ കേക്ക് കൊടുക്കാൻ വേണ്ടി ഇറങ്ങുന്നവരും രാജ്യത്ത് ബിഷപ്പുമാരെ വിളിച്ച് ഇത്തരത്തിൽ വിരുന്ന് കൊടുക്കുന്ന BJPയുടെ കേന്ദ്ര നേതാക്കളുമൊക്കെ എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് നടക്കുന്ന ക്രിസ്ത്യൻ പീഡനങ്ങളെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ തയ്യാറാകാത്തത്? അതിനെ അവലംബിച്ചുകൊണ്ട് നമുക്കറിയാം, മണിപ്പൂർ മാത്രമല്ലല്ലോ, ഇന്ന് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ക്രിസ്ത്യൻ പീഡനങ്ങൾ, ക്രിസ്ത്യാനികൾക്ക് അവരുടെ മതം പ്രൊഫസ് ചെയ്യാനുള്ള ഭരണഘടന കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ അവകാശം, ഈ ഭരണഘടന കൊടുത്തിട്ടുള്ള അവകാശത്തെ പോലും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് രാജ്യത്ത് ക്രിസ്ത്യാനികൾ ഉള്ളത്. എത്രയോ പരാതികളാണ് മധ്യപ്രദേശും ഉത്തർപ്രദേശും അതുപോലെ തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും വരുന്നത്. കഴിഞ്ഞ ദിവസം യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഒരു കണക്ക് പുറത്തുവിട്ടു. അതിൻ്റെ ആധികാരികതയെക്കുറിച്ചൊക്കെ നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അവർ പറയുന്ന കണക്കനുസരിച്ച് കഴിഞ്ഞ 10 വർഷക്കാലമായി ക്രിസ്ത്യൻ പീഡനം എന്ന് പറയുന്നത് പാസ്റ്റർമാരെ അതുപോലെ തന്നെ മിഷണറിമാരെ പീഡിപ്പിക്കുന്നതിന്റെ കാരണം മതപ്രചരണം നടത്തുന്നു എന്ന പേരിലാണ്. എവിടെയാണ് മതപ്രചരണം നടന്നിട്ടുള്ളത്? ഇന്ത്യയിൽ നമുക്കറിയാം 1957 മുതലുള്ള കണക്കെടുത്തു നോക്കിയാൽ അന്നു മുതൽ ഇന്ന് വരെയുള്ള കണക്ക് 2% അല്ലെങ്കിൽ 2.5% നിൽക്കുകയാണ്. ഇവിടെ അത്തരത്തിൽ മതപരിവർത്തനം നടക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇവരാരോപിക്കുന്ന പോലെ RSSും BJPയും ഒക്കെ ആരോപിക്കുന്ന പോലെ ഒരു മതപരിവർത്തനം നടത്തുന്നുണ്ടായിരുന്നുവെങ്കിൽ രാജ്യത്ത് ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ വളരെയധികം കൂടേണ്ടതായിരുന്നു. അപ്പോൾ അത്തരത്തിലൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ എന്താണ് കാരണം? ഇവരുടെ അടിസ്ഥാനപരമായ വിശ്വാസം, BJP സംഘപരിവാർ ശക്തികളുടെ അടിസ്ഥാനപരമായ വിശ്വാസം എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ സംസ്കാരവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. നമ്മൾ ഇത്തരം ചർച്ചകളിലൊക്കെ എപ്പോഴും എടുത്തു പറയാറുള്ള ഒരു കാര്യമാണ് വിചാരധാരയെ പറ്റി. ഞാൻ ഇന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, ശ്രീ പത്മനാഭനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, വിചാരധാരയിൽ നിങ്ങൾ ഇന്നും വിശ്വസിക്കുന്നുണ്ടോ? വിചാരധാരയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ക്രിസ്ത്യാനികൾ ഈ രാജ്യത്തിന് ആപത്താണ് എന്ന് പറയുന്നത് നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? അതിന് നിങ്ങളുടെ മറുപടി എന്താണ്? ഇന്നും സംഘപരിവാർ ശക്തികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യൻ സമുദായത്തെ പീഡിപ്പിക്കുന്നതിന് എന്താണ് ഈ ഗവൺമെന്റിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? അതിന് ഞാൻ മണിപ്പൂർ സംഭവത്തിന് ശേഷം നമുക്കറിയാം, ഇന്ത്യയുടെ പാർലമെന്റിൽ അത് അവലംബിക്കാൻ പോലും തയ്യാറാകാതിരുന്ന നേതാക്കന്മാരാണ് BJPക്കുള്ളത്. എത്രയോ തവണ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരൊക്കെ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ തയ്യാറാണ്. ഇതുപോലെയുള്ള ഒരു ജനാധിപത്യ വിരുദ്ധത ഈ കാലം അത്രയും ഈ രാജ്യം കണ്ടിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ നടക്കുന്ന പീഡനങ്ങളെ അഡ്രസ്സ് ചെയ്യാത്ത ഒരു ഭരണകൂടം ഇപ്പോൾ വിരുന്നിന് വിളിക്കുന്നതിന്റെ ലക്ഷ്യം തീർത്തും രാഷ്ട്രീയമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു. മെയ് മാസത്തിൽ ഈസ്റ്റർ വന്നപ്പോൾ ഇതേപോലെ തന്നെ ചെയ്തു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വിരുന്ന്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ അകത്ത് പങ്കെടുത്തവർ എല്ലാവരും പറയുന്നു യാതൊരു രീതിയിലും ഇത്തരം പീഡനങ്ങളെ ഒന്നും അതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തിനായിരുന്നു ഇതിൽ പങ്കെടുത്തവർ പോയെന്നുള്ള ഒരു ചോദ്യം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ശരി, നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് അവർ പോയി, എന്താണ് സംസാരിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ കെന്നഡി കരിമ്പുകാലായിൽ ഇപ്പോൾ കേരളത്തിൽ 21-ാം തീയതി മുതൽ ഡിസംബർ 21 മുതൽ 31 വരെ BJP സ്നേഹയാത്ര നടത്തുകയാണ്. ക്രൈസ്തവ ദേവാലയങ്ങൾ, ബിഷപ്പ് ഹൗസുകൾ, വീടുകൾ ഇവയൊക്കെ കയറുന്നു. പ്രധാനമന്ത്രി മോദിയുടെ സന്ദേശം എല്ലാ ക്രൈസ്തവ ഭവനങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നാണ് K. സുരേന്ദ്രൻ മുമ്പ് പറഞ്ഞത്. ആ സ്നേഹം ഇപ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടോ? എന്ത് തോന്നുന്നു? അഭിലാഷേ, BJPയുടെ വക്താവ് തന്നെ ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കി, ഈ നടക്കുന്ന നടപടികളിലൊന്നും രാഷ്ട്രീയം കാണണ്ട, ഇത് രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി കാണേണ്ട ഒരു വിഷയമല്ല.
ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രത്തിൻ്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ അത്തരത്തിൽ ഇടപെടുകയും കാണുകയും ഒരാശംസ അർപ്പിക്കുന്നതുമായി കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ അല്ല രാഷ്ട്രീയമാണ് എന്ന് പറയേണ്ട ഒരാവശ്യം വരുന്നില്ല. പക്ഷേ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഒരു മനോഭാവം, ഇന്നത്തെ മനോഭാവം, ഞാൻ അഭിലാഷ് എനിക്കൊരു സ്വല്പം സമയം തന്നാൽ ഞാൻ പറയാം. ഒരിക്കലും നമ്മൾ പണ്ട് നമുക്ക് റംസാൻ നമ്മുടെ റംസാനായിരുന്നു, ഓണം നമ്മുടെ ഓണമായിരുന്നു, ക്രിസ്മസ് നമ്മുടെ ക്രിസ്മസ് ആയിരുന്നു. ഇന്ന് അഭിലാഷിന് എല്ലാ സ്പന്ദനങ്ങളും ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മുടെ ആ എല്ലാ സ്പന്ദനങ്ങളും തിരിച്ചറിയുന്ന അഭിലാഷിന് ഞാൻ പറയുന്നത് വ്യക്തമാവുന്നുണ്ടല്ലോ. ഇന്ന് നമ്മുടെ ക്രിസ്മസ് അല്ല. പരസ്യമായി സോഷ്യൽ മീഡിയയിൽ കൂടി ഇപ്പോൾ നടക്കുന്നതൊക്കെ സത്യമാണെങ്കിൽ സത്യമാകാതിരിക്കട്ടെ എന്ന് കരുതാനാണ് എനിക്കിഷ്ടം. സക്കീർ നായിക്കിൻ്റെ പോലുള്ള വിഷജന്തുക്കളുടെയൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ വരുന്നത് നാണം തോന്നുന്നു. അതിനപ്പുറം അല്ല, ഇപ്പോഴും എന്താ പറയുക, കേരളത്തിലൊക്കെ ക്രിസ്മസ് നമ്മുടെ ക്രിസ്മസ് തന്നെയാണ്. എല്ലാ ആളുകളും അല്ലെങ്കിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കുന്ന ഒരു സംസ്കാരമാണ്. ഇപ്പൊ ഏതെങ്കിലുമൊക്കെ ആളുകൾ എവിടെയെങ്കിലുമൊക്കെ പ്രസംഗിച്ചു എന്ന് കരുതി ഒരു ജനസമൂഹം ആകെ അങ്ങനെ ചിന്തിക്കുന്നു എന്നില്ലല്ലോ. ഒന്നോ രണ്ടോ പ്രഭാഷകരോ അതല്ലെങ്കിൽ അവരെ അനുകൂലിക്കുന്ന ആളുകളോ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് വെച്ചിട്ടാണോ ഇപ്പൊ കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് ആളുകൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനെ ജഡ്ജ് ചെയ്യുന്നത്? നോക്കൂ, സക്കീർ നായിക്കിനെ സംബന്ധിച്ചോളം അങ്ങനെ തള്ളിക്കളയാവുന്ന ആ സമുദായത്തെ, ആ സമൂഹത്തെ സംബന്ധിച്ചോളം അങ്ങനെ തള്ളിക്കളയാവുന്ന ഒരാളല്ല. ലക്ഷക്കണക്കിന് എന്താ പറയുക ആരാധകരുള്ള അല്ലെങ്കിൽ അതുപോലെ ഫോളോവേഴ്സ് ഉള്ളൊരു വലിയ നേതാവാണ് അദ്ദേഹം. പറയുകയാണ് മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നരകത്തിൽ പോകും, ഒരു ക്രിസ്മസ് ആശംസ നേർന്നാൽ പോലും ഇത് വലിയ ഭവിഷ്യത്താണ്, ഒരു വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം അത് ക്രിസ്ത്യാനിക്ക് മാത്രം മനസ്സിലാകാതെ ഇരിക്കണം, ക്രിസ്ത്യാനി മാത്രം അത് മനസ്സിലാകാതെ കണ്ണു കാണാതെ കേൾക്കാതെ ഇരിക്കണമെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം ഞാൻ ഓർക്കുകയാണ്, ഞാൻ ആലപ്പുഴയിലാണ് ജനിച്ചു വളർന്നത്. ഞങ്ങളുടെ അവിടെ ദുഃഖവെള്ളിയാഴ്ച ഈ കുരിശിൻ്റെ വഴി എന്ന് പറഞ്ഞ് ഒരു റോഡിൽ കൂടി ക്രിസ്തുവിൻ്റെ രൂപവും വഹിച്ചുകൊണ്ട് പ്രദക്ഷിണമൊക്കെ ഉണ്ടാകാറുണ്ട്. കുരിശിൻ്റെ വഴി, ആ കുരിശിൻ്റെ വഴി പോകുമ്പോൾ ആലപ്പുഴയിൽ പല ഭാഗത്തും മുസ്ലിം പള്ളികളിൽ മുസ്ലിം പള്ളി അധികാരികളുടെ നേതൃത്വത്തിലാണ് കുടിവെള്ളവും സംഭാരവും ഒക്കെ തന്ന് ഞങ്ങളെ എന്താ പറയുന്നത് അത്തരത്തിൽ സഹായിച്ചിരുന്നത്. ആ പാരമ്പര്യത്തിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ളൊരു അകൽച്ചയുണ്ടാക്കുന്നത്. ഒരു കാലത്തും ഹലാലിന് ഇന്നത്തെ പോലത്തെ മാർക്കറ്റ് ഡെപ്ത് ഉണ്ടായിരുന്നില്ല. കാഫിർ എന്ന വാക്കിന് നമ്മൾ അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു വാല്യൂ നമ്മൾ കണ്ടിരുന്നില്ല. ഹറാം എന്ന വാക്കിന് അങ്ങനെ പലതും ഇന്നിൻ്റെ ആവശ്യമായി പലതും വരുമ്പോൾ BJPയുടെ വക്താവ് ഇതിന് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാലും അതിലേക്ക് രാഷ്ട്രീയം കാണാൻ ക്രിസ്ത്യാനി നിർബന്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ അഭിലാഷ്. ശരി, അടുത്ത ടേണിൽ നമുക്കത് വിശദീകരിക്കാം. പക്ഷേ ഷൈജു ആന്റണി, അങ്ങനെ ക്രിസ്ത്യാനികൾ ആകപ്പാടെ അങ്കലാപ്പിലാണ്. അപ്പൊ നമുക്ക് ആകപ്പാടെ ഒരു ശരണം ഇനി BJP ആണ് എന്ന മാനസികാവസ്ഥ ഉണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ക്രിസ്മസിന് പുറത്തിറങ്ങിയ കുറേ പത്രങ്ങളുണ്ട്. ഇപ്പം മണിപ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രം, ഒരു മാധ്യമം, ഇംഫാൽ ഫ്രീ പ്രസ്, ഇന്നലെ പുറത്തു വന്നത് സ്റ്റാർലെസ് ക്രിസ്ത്യൻസ് ഇൻ മെയ്തി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നതെന്ന് അറിയാത്തവരല്ല നമ്മൾ. എല്ലാ വീടുകൾക്ക് മുമ്പിലും ഒരു നക്ഷത്രം തൂക്കും, എല്ലാ വീടുകളിലും ഒരു പുൽക്കൂടൊരുക്കും, എല്ലാ വീടുകൾക്ക് മുന്നിലും അവർ സീരീസ് ഇട്ടിട്ട് ദീപാലങ്കാരം നടത്തും. എന്നാൽ മെയ്തി വിഭാഗത്തിലെ ക്രിസ്ത്യാനികൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടുകൾക്ക് മുമ്പിൽ ഒരു നക്ഷത്രം തൂക്കാൻ പറ്റുന്നില്ല. ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളുടെക്ക് അവരുടെ വീടുകൾക്ക് മുന്നിൽ ഒരു നക്ഷത്രം തൂക്കാൻ പറ്റുന്നില്ല, അവരുടെ വീടുകൾക്ക് മുന്നിൽ ഒരു പുൽക്കൂട് ഒരുക്കാൻ പറ്റുന്നില്ല. അവർക്ക് സ്വതന്ത്രമായി ഒരു പാതിരാ കുർബാനയ്ക്കോ ഒരു പ്രയർ സെറിമണിക്കോ പോകാനാകാത്ത
അത്ര ഗുരുതരമായ ഒരു സാഹചര്യം നിലവിലുണ്ടെന്ന് ഇന്ന് ഇംഫാൽ ഫ്രീ പ്രസ് അടക്കമുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. നേരത്തെ മണിപ്പൂരിൽ കലാപമുണ്ടായപ്പോ മെയ്ത്തികളുടെ വിഭാഗത്തിൽ നിന്ന് 100 കണക്കിന് ദേവാലയങ്ങൾ അടിച്ചു തകർത്തു എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് പറഞ്ഞപ്പോ ഇവരെല്ലാവരും കയറി ഡിഫെൻഡ് ചെയ്യായിരുന്നു. ഇന്ന് അവിടുത്തെ പത്രങ്ങൾ പോലും ഇത് വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടെ മാത്രമല്ല, ഉത്തർപ്രദേശിൽ, ഛത്തീസ്ഗഡിൽ, അങ്ങനെ ഹിന്ദിയുടെ ഹൃദയഭൂമിയിൽ പലയിടത്തും പല വില്ലേജുകളിലും ഗ്രാമങ്ങളിലും അവർക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുന്നില്ല. ഇത് വലിയൊരു അപകടകരമായ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്ത് ക്രിസ്ത്യാനികൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാകില്ല. ഇതാ ഈ ലോകത്തിന് മുഴുവനുമുള്ള സദ്വാർത്ത എന്ന് പറയുന്ന ഒരു ക്രിസ്മസ് ആഘോഷ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആ സമൂഹത്തെ വിളിച്ച് മുന്നിലിരുത്തി സംസാരിക്കുമ്പോൾ ആ സമൂഹം മനസ്സുകൊണ്ടെങ്കിലും ഇത്തരം പ്രശ്നങ്ങളെ പ്രധാനമന്ത്രി അഡ്രസ്സ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റുണ്ടോ? ഞങ്ങൾ പ്രതീക്ഷിച്ചു. കാരണം ഞങ്ങളുടെ പ്രധാനപ്പെട്ട ബിഷപ്പുമാരെ, വിവിധ ക്രിസ്ത്യൻ സമുദായങ്ങളിലെ പ്രധാനപ്പെട്ട ആളുകളെ അവിടെ വിളിച്ചു വരുത്തി കൊണ്ടുവന്നിരിക്കുകയാണ്. അവരുടെ മുന്നിൽ നോക്കിയാണ് പ്രധാനമന്ത്രി സംസാരിക്കുന്നത്. ക്രിസ്തുദേവന്റെ സുവിശേഷം പ്രസംഗിക്കുന്നതെല്ലാം ഞങ്ങൾ കേട്ടുന്ന്, അതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഹൃദയത്തിൽ വെന്തു നീറുന്ന ചില പ്രശ്നങ്ങളില്ലേ, ആ പ്രശ്നങ്ങളെക്കുറിച്ച് ഇവരെന്തുകൊണ്ടാണ് കണ്ടില്ല എന്ന് നടിക്കുന്നത് എന്ന് വലിയൊരു പ്രശ്നമല്ലേ? അവിടെയാണ് അഭിലാഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കഴിഞ്ഞ ദിവസം, അതായത് 23-ാം തീയതി, ഡിസംബർ 23-ാം തീയതി, മിനിഞ്ഞാന്ന്, നിങ്ങൾ ആലോചിച്ച് നോക്കണം, മിനിഞ്ഞാന്ന് നെയ്നി ജയിലിന്റെ പുറത്തു നിന്ന് ഒരു വൈദികൻ പുറത്തേക്ക് വന്നു. തൃശ്ശൂര് എങ്ങണ്ടിയൂർ സ്വദേശിയായ ഫാദർ ബാബു ആണ് പുറത്തു വന്നത്. ഫാദർ ബാബു ഫ്രാൻസിസ് ആണ് പുറത്തു വന്നത്. അദ്ദേഹം 83 ദിവസം ജയിലിലായിരുന്നു. എന്തിനായിരുന്നു അദ്ദേഹം 83 ദിവസം ജയിലിൽ പോയതെന്ന് അറിയണ്ടേ? ഈ 83 ദിവസം അദ്ദേഹത്തെ ജയിലിൽ പിടിച്ചിട്ടപ്പോ അദ്ദേഹത്തിനെതിരെ ഉണ്ടാക്കിയ കുറ്റപത്രം അദ്ദേഹം മതപരിവർത്തനം നടത്തുന്നു എന്നും അദ്ദേഹം കൊലപാതക ശ്രമം നടത്തി എന്നുമാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന കുറ്റപത്രം. 2 കുറ്റങ്ങളാണ്. 1 മതപരിവർത്തനം, 2 കൊലപാതക ശ്രമം. ഈ 2 കുറ്റത്തിന് ഒരു കത്തോലിക്ക വൈദികൻ 83 ദിവസം ജയിലിൽ കിടന്ന് ഈ ഡിസംബർ 23-ാം തീയതിയാണ് പുറത്തു വരുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം അവിടെ എന്താണ് സംഭവിച്ചത്. അവരുടെ കുറ്റപത്രത്തിൽ പറയുന്നതനുസരിച്ച് അവിടെ ഒരു ഗ്രാമത്തിൽ, ആ പ്രദേശത്തെ ഒരു ഗ്രാമത്തിൽ ഒരു പാസ്റ്റർ ഒരു വീട്ടിൽ പ്രാർത്ഥന നടത്തി. ആ വീട്ടിൽ പ്രാർത്ഥന നടത്തിയത് മതപരിവർത്തനമാണെന്ന് ആരോപിച്ച് പോലീസുകാർ ഈ പാസ്റ്ററെ തേടി വരികയാണ്. ആ പാസ്റ്ററുടെ പേര് സൂസൈ രാജ് എന്നാണ്. ഈ സൂസൈ രാജ് എന്ന് പറഞ്ഞ പാസ്റ്ററെ തേടി പോലീസുകാർ ഈ വീട്ടിൽ പോയി റാൻസാക്ക് ചെയ്യുന്നു. ആ വീട്ടിൽ റാൻസാക്ക് ചെയ്യുമ്പോൾ സൂസൈ രാജിനെ കാണാനില്ല. അപ്പൊ അവര് നോക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് സൂസൈ രാജിന്റെ 2 ബ്രദർമാരവിടെ ഉണ്ട്, 2 സഹോദരന്മാരവിടെ ഉണ്ട്. പോലീസുകാർ ഈ 2 സഹോദരന്മാരെ കസ്റ്റഡിയിൽ എടുക്കുന്നു. അത് കഴിഞ്ഞ് അന്വേഷിച്ചു നോക്കുമ്പോൾ ഈ സൂസൈ രാജിന്റെ ഒരു മരുമകൻ അവിടെ നിൽക്കുന്നുണ്ട്. ഈ മരുമകനെയും കസ്റ്റഡിയിൽ എടുക്കുന്നു. അത് കഴിഞ്ഞ് ഈ സഹോദരന്മാരോട് ചോദിക്കുമ്പോൾ അതിലൊരു സഹോദരൻ ഈ ഫാദർ ബാബു ഫ്രാൻസിസിന്റെ ഡ്രൈവറാണെന്ന് തിരിച്ചറിയുന്നു. ഉടനെ തന്നെ ഫാദർ ബാബു ഫ്രാൻസിസിനെയും കസ്റ്റഡിയിലെടുക്കുന്നു. മതപരിവർത്തനം ഇവർക്കെതിരെ ഒരു ആരോപണം പോലും അല്ലെന്ന് ഓർക്കണം. ഈ 4 പേർക്കെതിരെയും ഒരു ആരോപണം പോലും അല്ല. ഈ ഫാദർ ബാബു ഫ്രാൻസിസിനെയും കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിലെടുത്ത് അവിടെ കൊണ്ടുപോയി മതപരിവർത്തനത്തിനും കൊലപാതക ശ്രമത്തിനും കേസെടുക്കുന്നു. 83 ദിവസമാണ് ജയിലിൽ കിടന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ 11 സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം നടപ്പാക്കിയിട്ട് ഇന്നതിൽ 7ഓളം സംസ്ഥാനങ്ങളിൽ 100 കണക്കിന് ആളുകൾ അന്യായമായി തടങ്കലിൽ പാർപ്പിക്കപ്പെട്ടിരിക്കുന്നു. 100 കണക്കിന് ആളുകൾ ഒരു കാര്യവുമില്ലാതെ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. വെറുതെ ഒരു പ്രാർത്ഥന നടത്തുന്നത് പോലും മതപരിവർത്തനമാണെന്ന് പറയുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ശരി, അത്രമാത്രം ഖേദകരമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണെന്നുള്ള ഒരു സത്യം മറച്ചു വെച്ചുകൊണ്ട് ഇത്തരം ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ അതിൽ രാഷ്ട്രീയമില്ല, ഞങ്ങൾ വെറുതെ ക്രിസ്തുദേവന്റെ സന്ദേശം പറയാൻ വന്നതാണ് എന്നൊക്കെ പറയേണ്ടത് സത്യമായിട്ടും പ്രധാനമന്ത്രി അല്ല.
പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇത്തരം ഗൗരവതരമായ വിഷയങ്ങളെ അഭിസംബോധന ചെയ്തേ മുന്നോട്ട് പോകാനാകൂ. തീർച്ചയായും അങ്ങനെയല്ലെന്ന് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ശരി, അതെ. അപ്പോൾ വിരുന്നുകൊണ്ട് പ്രത്യേകിച്ചൊരു സന്ദേശവും നൽകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ശ്രീ VP ശ്രീപത്മനാഭൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ നേരത്തെ ശ്രീമതി ദീപ്തി മേരി വർഗീസ് ചോദിച്ചു, ഗുരുജി ഗോൾവാൾക്കറെയും വിചാരധാരയെയും തള്ളിപ്പറഞ്ഞിട്ടാണോ ഈ കാര്യങ്ങൾ, അതായത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നിങ്ങൾ നടത്തുന്നത് എന്ന്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ, വിചാരധാരയൊക്കെ 6-7 പതിറ്റാണ്ട് മുമ്പല്ലേ. ഇപ്പോൾ ഈ സമീപ കാലത്ത് ഈ വർഷം ഇറങ്ങിയ വിവിധ ഓർഗനൈസറിന്റെ പതിപ്പുകൾ വായിച്ചു നോക്കൂ. നേരത്തെ ഷൈജു ആന്റണി പറഞ്ഞതുപോലെ വിവിധ ഇടങ്ങളിലെ കൺവേർഷനെ കുറിച്ച്, മതപരിവർത്തനത്തെക്കുറിച്ച്, അതിന്റെ പിന്നിലുള്ള മാഫിയയെക്കുറിച്ചുള്ള വലിയ ഭീതിജനകമായ വിവരങ്ങൾ അടങ്ങിയ എത്ര ലേഖനങ്ങൾ കാണാം. ഈ മണിപ്പൂർ വിഷയത്തിൽ തന്നെ എത്ര വൺ സൈഡഡ് ആയി, എങ്ങനെയാണ് പുറത്തു നിന്നുള്ള അതിർത്തി കടന്നു വരുന്ന കുക്കി ഭീകരർ ഹിന്ദുക്കളായ മൈത്തികളെ കൂട്ടക്കൊല ചെയ്യുന്നത് എന്ന മട്ടിലുള്ള എത്ര വലിയ അവതരണങ്ങൾ. അപ്പോൾ കൃത്യമായും ഒരു പക്ഷം പിടിക്കുകയും ആ നിലപാട് ഇപ്പോഴും ആ ഐഡിയോളജിക്കൽ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയുടെ നേതാവ് ഇന്ന് തിരുഹൃദയ ദേവാലയത്തിൽ പോയതുകൊണ്ട് ഇനി ക്രിസ്ത്യാനികൾക്കെല്ലാം വളരെ സന്തോഷമാകും എന്നെങ്ങനെയാണ് BJPക്ക് കരുതാൻ കഴിയുക? ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ. ഈ പ്രധാനമന്ത്രിയെ കാണാൻ പോയ ക്രിസ്ത്യൻ മത നേതാക്കന്മാർ, അല്ലെങ്കിൽ മത അധ്യക്ഷന്മാർ, അല്ലെങ്കിൽ JP നഡ്ഡ പോയ പള്ളിയിലെ പുരോഹിതന്മാർ, ഇവരൊക്കെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും ഉയർന്ന പഠിപ്പുമുള്ള, അതായത് ഉയർന്ന എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും, അത്യുന്നതമായ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളാണ്. ലോകത്ത് എന്താ നടക്കുന്നത്, ഇന്ത്യയിൽ എന്താ നടക്കുന്നത്, മണിപ്പൂരിൽ എന്താണ് നടക്കുന്നതെന്ന് അവരെ മൂന്നാമതൊരാൾ പഠിപ്പിക്കുകയൊന്നും വേണ്ട. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും ഉന്നതമായ അറിവുമുള്ള ആളുകളാണ്. അവർക്കിതൊക്കെ അറിയാം. അവർ പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോഴും JP നഡ്ഡയെ കാണുമ്പോഴുമൊക്കെ അവർക്ക് എന്തൊക്കെ പറയണം, എന്തൊക്കെ സംസാരിക്കണമെന്ന് അവർക്കറിയാം. അതിനി ആരും ബുദ്ധിമുട്ടി അവരെ പഠിപ്പിക്കണമെന്നില്ല. 1. 2, കോൺഗ്രസ് പറഞ്ഞു ഇവിടെ BJP ക്രിസ്ത്യാനികൾക്കെതിരെയാണ്, ക്രിസ്ത്യാനികൾ BJPയെ മായിട്ട് എങ്ങനെ സാധിക്കും ഇങ്ങനെ അടുക്കാനെന്നൊക്കെ. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 2 സംസ്ഥാനങ്ങളാണ് നാഗാലാൻഡും മിസോറാമും. ദൈവം സഹായിച്ചിട്ട് നാഗാലാൻഡ് അസംബ്ലിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ ജയിച്ചിട്ടില്ല. ഒരു കഷായത്തിന് കൂട്ടാൻ ഒരാൾ ജയിച്ചിട്ടില്ല. ഞങ്ങൾ 12-13 ആൾ അതിനകത്തുണ്ട്, BJPക്കാർ, ക്രിസ്ത്യൻ BJPക്കാർ. മിസോറാമിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഞാൻ പേര് പറയുന്നില്ല. കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ, ആ ചാനൽ ഒരു അഭിപ്രായ സർവേ നടത്തി പുറത്തുവിട്ടു. എന്താണ്? മണിപ്പൂർ വിഷയം മിസോറാമിൽ ആളിക്കത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ആ വിഷയം വലിയ പ്രചരണായുധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ വലിയ മുന്നേറ്റമുണ്ടാവും. മിസോറാമിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും. 30% വോട്ടും 14 സീറ്റും കിട്ടും. ഞങ്ങളെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെ ഒരു പാർട്ടി അവിടെ മത്സരിക്കുന്നുണ്ട് എന്ന് പോലും അവർ പറഞ്ഞില്ല. വോട്ടെണ്ണിയപ്പോൾ കോൺഗ്രസിന് ഒറ്റ സീറ്റ്, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവെന്ന് പറഞ്ഞ കോൺഗ്രസ് ഒറ്റ സീറ്റുള്ള കക്ഷിയായി. ഞങ്ങൾക്ക് 2 സീറ്റ്. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 1 സീറ്റ്, ഇത്തവണ ഞങ്ങൾക്ക് 2 സീറ്റ്. ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ 95% മേലെ ജനസംഖ്യയുള്ള മിസോറാമിലും നാഗാലാൻഡിലും കോൺഗ്രസിന് സിദ്ധിയില്ല. പക്ഷെ അവിടെയൊക്കെ BJP ഉണ്ട്. ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടാണ് 1-2 ആക്കിയത്. നാഗാലാൻഡിൽ, മണിപ്പൂരിൽ, മിസോറാമിൽ, മേഘാലയത്തിലൊക്കെ BJP NDAയും ഒരു 10-15 കൊല്ലം മുന്നേ തിരിയിട്ട് കത്തിച്ചാൽ കാണാത്ത അവസ്ഥയിൽ നിന്നും ഇന്ന് ആ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയം ഏറ്റുവാങ്ങിയതാണ്. എല്ലാവർക്കും അറിയാം, ക്രിസ്ത്യൻ ഡോമിനൻ്റ് ഏരിയയിലൊക്കെ. നിങ്ങൾ കോൺഗ്രസ്സുകാർ പറയുന്നത് വിശ്വസിക്കുന്നവരാണോ ഈ രാജ്യത്തെ ക്രിസ്ത്യാനികൾ? ആ കാലമൊക്കെ കഴിഞ്ഞുപോയി. നിങ്ങൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് വോട്ട് ബാങ്ക് ആക്കി അവിടേക്ക് റോഡ് കൊടുക്കാതെ, വൈദ്യുതി കൊടുക്കാതെ, റെയിൽവേ കൊടുക്കാതെ, അവിടെ നല്ല കോളേജ് കൊടുക്കാതെ അവരൊക്കെ അങ്ങ് പഴയ ബ്രിട്ടീഷുകാരെ കാലത്ത് എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ ജീവിച്ചൊരു സാഹചര്യം. ഇന്ന് അവിടെ പോയി നോക്ക്. തീവണ്ടി കാണാത്ത സംസ്ഥാനങ്ങളിൽ തീവണ്ടി എത്തി. നാഷണൽ ഹൈവേ 6 വരിപ്പാത 8 വരിപ്പാത എത്തി. അവിടെ എല്ലാ പ്രദേശത്തും വികസനം എത്തി. IITകൾ വന്നു, എയിംസ് വന്നു. നരേന്ദ്രമോദി സർക്കാർ അവിടെയൊക്കെ വികസനം എത്തിച്ചു. അതുകൊണ്ടാണ് ജയിക്കുന്നത്.
ഈ രാജ്യത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസപരമായി അവർ നിലവാരം ലേശം കൂടുതലുള്ള ആളാണ്. കാരണം വിദ്യാഭ്യാസത്തോടുള്ള ത്വര അവർക്ക് കൂടുതലാണ്. അതും പ്രത്യേകിച്ച് ആധുനിക വിദ്യാഭ്യാസം. കാരണം പള്ളിയോടൊപ്പം പള്ളിക്കൂടം സ്ഥാപിച്ച് കോളേജുകൾ സ്ഥാപിച്ച് വിദൂര രാജ്യങ്ങളിലും ദേശങ്ങളിലും പോയി പഠിക്കാൻ താല്പര്യമുള്ളവരാണ്. അവർക്ക് ഈ കേരളത്തിൽ നടക്കുന്നത് എന്താണ്, ഇന്ത്യയിൽ നടക്കുന്നത് എന്താണ്, പിന്നെ പാലസ്തീനിൽ ഹമാസ് ചെയ്യുന്നത് എന്താണ്? ഇവിടെ കോൺഗ്രസ്സുകാർ ഹമാസിന് ഗാഗ്വ വിളിക്കലായിരുന്നല്ലോ പണി. അമുസ്ലിങ്ങളെ മുഴുവൻ കൊന്നൊടുക്കാൻ നടക്കുന്ന ഹമാസ് ചെയ്യുന്നത് എന്താണ്? ആ യുദ്ധത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? ഒക്കെ അവർക്കറിയാം, എല്ലാം അവർക്കറിയാം. അവരെ ഒന്നും പഠിപ്പിക്കണ്ട, അവരൊക്കെ നല്ല ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഉന്നത വിദ്യാഭ്യാസ യോഗ്യത, അത്യുന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള, ലോകത്തെ പറ്റി അറിവുള്ള, ഇന്ത്യയെ പറ്റി നല്ല അറിവുള്ള വിഭാഗമാണ് ഇന്ന് പ്രധാനമന്ത്രിയെ കാണാൻ പോയതും ഇന്ന് JP നഡ്ഡയെ സ്വീകരിച്ചതും. അതുകൊണ്ട് ഈ ജാതി 1970-കളിലും 80-കളിലൊക്കെ കോൺഗ്രസ് വർത്താനങ്ങളുണ്ടല്ലോ. ഒരു ചോദ്യത്തിന് വിഷയത്തിൽ മാർപ്പാപ്പയുടെ അഭിപ്രായത്തോട് BJP യോജിക്കുന്നുണ്ടോ? അല്ല, ഒരൊറ്റ ചോദ്യം. ഇസ്രായേൽ യുദ്ധ വിഷയത്തിൽ മാർപ്പാപ്പയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? പറയാം. ഉത്തരം പറയട്ടെ. ചോദ്യം ഇങ്ങനെ ആവർത്തിക്കണ്ട, എനിക്ക് കേട്ടു. മാർപ്പാപ്പ പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പുള്ളതിനോട് ഞങ്ങൾ യോജിക്കുകയും, പറയട്ടെ, ഞങ്ങൾക്ക് യോജിപ്പുള്ളതിനോട് ഞങ്ങൾ യോജിക്കുകയും ഞങ്ങൾക്ക് വിയോജിപ്പുള്ളതിനോട് ഞങ്ങൾ വിയോജിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ അഭിപ്രായം ഈ ലോകത്ത് ആരുടെ മുഖത്ത് നോക്കി പറയാൻ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് യോജിപ്പാണോ വിയോജിപ്പാണോ എന്നാണ് എന്റെ ചോദ്യം. അതാണ്. പറയട്ടെ. ഈ വിഷയത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് വിയോജിപ്പുള്ളതിൽ വിയോജിപ്പും യോജിപ്പുള്ളതിൽ യോജിപ്പും രേഖപ്പെടുത്തും. ഞങ്ങൾക്ക് ആരെയും പേടിയില്ല. ഞങ്ങൾ ഈ രാജ്യം ഭരിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗിൽ വിശ്വസിക്കുന്നവർ. ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ അഭിപ്രായം ഉത്തരം നിങ്ങൾക്ക് കിട്ടൂല, കാരണം നിങ്ങൾ ഉറക്കം അടിക്കുകയാണ്. ഞങ്ങളുടെ അഭിപ്രായം ഹമാസ് അന്താരാഷ്ട്ര ഭീകരവാദ പ്രസ്ഥാനമാണെന്ന്. അതില് തല പോയാലും ഞങ്ങൾ അഭിപ്രായം മാറ്റൂല. ഒരു വോട്ടിന് വേണ്ടി കോൺഗ്രസ്സുകാരെ പോലെ 4 വോട്ടിന് വേണ്ടി അഭിപ്രായം മാറ്റൂല. ഞങ്ങളെ ഉറച്ചു നിൽക്കും. ഇസ്രായേൽ ഇന്ത്യയുടെ സുഹൃത്താണെന്ന് പറയും. പാലസ്തീനും ഇന്ത്യയുടെ സുഹൃത്താണ്. പാലസ്തീനും ഇസ്രായേലും ഒരു മേശയ്ക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് പറയും. അതെ, മതി. ഇപ്പൊ തന്ന ഉത്തരം ഉണ്ടല്ലോ, അതുകൊണ്ട് തൃപ്തിപ്പെടുക. വേറെ ഞാനിപ്പോ തന്ന ഉത്തരം ഉണ്ടല്ലോ, അതുകൊണ്ടങ്ങ് തൃപ്തിപ്പെടുക. മതി. അതുകൊണ്ട് പറഞ്ഞുതരാ. അതുകൊണ്ട് സോഷ്യൽ എഞ്ചിനീയറിംഗിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ. ഞാനൊക്കെ കോളേജിലും സ്കൂളിലും പഠിക്കുമ്പോൾ വടക്കേ ഇന്ത്യയിൽ നിന്ന് ദിവസവും ജാതി കലാപത്തിൻ്റെയും വാർത്തകളാണ് വന്നത്. ഇന്ന് ഉത്തർപ്രദേശിൽ ഞങ്ങൾ അവരെയൊക്കെ കൂടെ കൂട്ടി, യാദവന്മാരെ, പട്ടികജാതിക്കാരെ, പട്ടികവർഗക്കാരെ, കുർമികളെയും രജപുത്രന്മാരെയും ബ്രാഹ്മണന്മാരെയും ഒക്കെ കൂടെ കൂട്ടി ഞങ്ങൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് വിജയകരമായി നടപ്പിലാക്കി. ഇന്ന് ഉത്തർപ്രദേശിൽ ജാതി കലാപത്തിന്റെ വാർത്തയില്ല. കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഡെയിലി പട്ടികവർഗത്തെ അങ്ങോട്ട് കൊല്ലും, അവർ ഇങ്ങോട്ട് കൊല്ലും. രൺവീർ സേന, മറ്റേ ഉത്തർപ്രദേശിലെ കാര്യമാണ്. ഫാദർ ബാബു ഫ്രാൻസിസിന്റെ കാര്യം പറഞ്ഞത് ഉത്തർപ്രദേശിലെ കാര്യമാണ്. ആരായാലും ഞാൻ ഇത്തിരി മുമ്പ് പറഞ്ഞത് ഉത്തർപ്രദേശിലെ കാര്യമാണ്. നിങ്ങളെ പേര് പറഞ്ഞു ചെന്ന് പേടിപ്പിക്കണ്ട. അവിടെ ഇരി മിണ്ടല്ല. പേരൊന്നും പറഞ്ഞ് പേരൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് കണ്ടിന്യൂസ്ലി ഇന്ററപ്റ്റ് മീ. ഞാൻ പറയുമ്പോൾ ഇടയ്ക്ക് കയറി തടസ്സപ്പെടുത്തിയാൽ നിങ്ങൾ പറയുമ്പോൾ ഞാനും തടസ്സപ്പെടുത്തും. ഓക്കെ, പ്ലീസ് കീപ് ഗോയിങ്. ദാറ്റ് ഈസ് ബെറ്റർ ഫോർ യു. അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ എഞ്ചിനീയറിംഗിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ എല്ലാ വിഭാഗത്തെയും കയ്യിലെടുക്കും, എല്ലാ വിഭാഗത്തെയും കൂട്ടി യോജിപ്പിക്കും, അങ്ങനെ മുന്നോട്ട് പോകും. അങ്ങനെയാണ് ഇന്ത്യയിൽ
ഞങ്ങൾ ഈ നിലയിലെത്തിയത്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ശരി. എല്ലാ ജാതിയിൽപ്പെട്ടവരെ, എല്ലാ മതത്തിൽപ്പെട്ടവരെ, എല്ലാ ഭാഷ സംസാരിക്കുന്നവരെ, എല്ലാ വേഷം ധരിക്കുന്നവരെ ഞങ്ങൾ കൂടെ കൂട്ടും. അതിന് ഞങ്ങൾ വലിയൊരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട്. ഇനിയും ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോയി സമ്പൂർണ്ണ വിജയം ഞങ്ങൾ 24 കരസ്ഥമാക്കും. ഓക്കെ 2024 സമ്പൂർണ്ണ വിജയത്തിന് ഒരുങ്ങുമ്പോൾ ക്രിസ്ത്യൻ ഫാക്ടർ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിർണായകമാണ്. ശ്രീമതി ദീപ്തി മേരി വർഗീസ് അത് വളരെ കൃത്യമായി BJP അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ, കത്തോലിക്ക വിഭാഗങ്ങൾക്ക് ബഹുഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങൾ സഖ്യകക്ഷികളിലൂടെ ആണെങ്കിലും, ഇപ്പോൾ നാഗാലാൻഡിൽ അവിടെ NDPP ആണ് ഭരിക്കുന്നതെങ്കിലും BJP അവരുടെ സഖ്യകക്ഷിയാണ്. 5 കൊല്ലം മുൻപ് വരെ നിങ്ങൾക്ക് ഭരണമുണ്ടായിരുന്ന സംസ്ഥാനങ്ങളിൽ, ഇവിടെ മിസോറാമിന്റെ ഉദാഹരണം പറഞ്ഞു, 1 സീറ്റാണ്. അപ്പോൾ ആ മേഖലകളിൽ ക്രിസ്ത്യാനികൾ ഉള്ളിടത്ത് BJPക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗോവ നമുക്ക് കുറെ കൂടി അടുത്തുള്ളൊരു ഉദാഹരണമാണ്, നോർത്ത് ഈസ്റ്റ് അല്ലാത്ത ഒരു ഉദാഹരണമാണ്. അപ്പോൾ ആ മേഖലകളിൽ ആ ജനവിഭാഗങ്ങളിലേക്ക് കടന്നു കയറാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അത് മറ്റിടങ്ങളിലും, വിശേഷിച്ച് കേരളത്തിൽ 18.38% ക്രിസ്ത്യൻസ് ഉണ്ട് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ അനുസരിച്ച്. ഒരു പക്ഷേ കുറച്ചുകൂടി ഇപ്പോഴുള്ള അസസ്മെന്റ് അനുസരിച്ച് കുറച്ച് വ്യത്യാസം ഉണ്ടാകുന്ന പോലും. അപ്പോൾ ആ നിലയ്ക്ക് കേരളവും അവരെ സംബന്ധിച്ചൊരു പൊട്ടൻഷ്യൽ ടാർഗറ്റ് ആണ്. ക്രിസ്ത്യാനികൾ ആരും BJPക്ക് വോട്ട് ചെയ്യില്ല എന്നൊന്നും നമുക്ക് കരുതാൻ കഴിയില്ല. ഇതിപ്പോ ഈ BJP പ്രതിനിധിയുടെ ഒരു സംസാരം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കി. ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഉണ്ടായത് എന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ അറിയാം. ഈ രാഷ്ട്രീയത്തെയും മതത്തെയും തമ്മിൽ മിക്സ് ചെയ്ത് രാഷ്ട്രീയവും മതവും തമ്മിൽ അതൊരു വോട്ട് ബാങ്ക് ആയിട്ടുള്ള ഒരു ചർച്ച, നമ്മൾ എത്ര ബലഹീനമായ ഒരു ചർച്ചയാണ് ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ പറയുന്ന സെക്യുലറിസം, കോൺഗ്രസ് എന്നും പറഞ്ഞിട്ടുള്ള സെക്യുലറിസം എന്ന് പറയുന്നത് ഇൻക്ലൂസീവാണ്. എല്ലാ ജാതി മതങ്ങളെയും, എല്ലാ ന്യൂനപക്ഷങ്ങളെയും, ദളിതരെയും എല്ലാവരെയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്ന ഇന്ത്യയുടെ ഭരണഘടന, അതാണ് കോൺഗ്രസ് എന്നും വിശ്വസിച്ചിട്ടുള്ളത്. ഇവിടെ ശ്രീപത്മനാഭൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ഇവിടെ നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് അദ്ദേഹം എന്താണ് പറഞ്ഞത്? നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ അവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്കറിയാം കേന്ദ്ര ഭരണവുമായി എന്നും ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതാണ് അവിടുത്തെ യാഥാർത്ഥ്യം. അവിടെ കേന്ദ്രഭരണം കോൺഗ്രസിനായിരിക്കുന്ന സമയത്ത്, കാരണം അവിടെ കിട്ടുന്ന ടാക്സ് എക്സംഷൻ ഉൾപ്പെടെയുള്ള, അവിടെ മറ്റ് സംസ്ഥാനങ്ങൾ പോലെ അല്ല, മറ്റ് കിട്ടേണ്ട ചില സൗജന്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ലഭ്യമാകുന്നതിന് എല്ലാ കാലത്തും കേന്ദ്രം ഭരിക്കുന്ന ഒരു ഭരണകൂടവുമായി ഒരു ചായ്വ് കാണിക്കുന്ന സ്വഭാവ രീതിയാണ്. അതൊരു രാഷ്ട്രീയ അനാലിസായി മാത്രം ഞാനത് കാണാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അവിടെ ഭരണം കിട്ടിയത്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഗോവയിൽ എന്താ സംഭവിച്ചത്? ഗോവയിൽ കോൺഗ്രസ് ജയിച്ചു വരികയും ഓപ്പറേഷൻ താമര എന്ന് പറയുന്ന കഴിഞ്ഞ 10 വർഷമായി നമ്മൾ കാണുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ, കർണാടകയിൽ ഉൾപ്പെടെ, അവിടെ എവിടെയൊക്കെ കോൺഗ്രസ് ജയിക്കുന്നുണ്ടോ അവിടെയൊക്കെ പണം വാരി എറിഞ്ഞുകൊണ്ട് ഒരു തരം രാഷ്ട്രീയ മലിനീകരണം നടത്തിക്കൊണ്ട്, രാഷ്ട്രീയ വ്യഭിചാരം നടത്തിക്കൊണ്ട് BJP ഓപ്പറേഷൻ ലോട്ടസ് നടത്തിയതിൻ്റെ ഭാഗമായി ഭരണം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥം ഇവിടെ നേരത്തെ ഷൈജു ആന്റണി സൂചിപ്പിച്ചതുപോലെ ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, മധ്യപ്രദേശിൽ, ഉത്തർപ്രദേശിലൊക്കെ നടക്കുന്ന ക്രിസ്ത്യൻ പീഡനങ്ങൾ, പാസ്റ്റർമാരെ പീഡിപ്പിക്കുന്നത്, ക്രിസ്ത്യാനികളായ കാത്തലിക് അച്ഛന്മാരെ പീഡിപ്പിക്കുന്നത്, ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് വളരെ ഭയാനകമായി കേൾക്കുന്ന എത്രയോ സംഭവങ്ങളുണ്ട്. അതെല്ലാം ഇവർ ചെയ്തിട്ട്, ഇതിനൊക്കെ നേതൃത്വം കൊടുത്തിട്ട് അതിൻ്റെയൊക്കെ പ്രതിഫലമായി ഈ രാജ്യത്തെ ക്രിസ്ത്യാനികൾ മുഴുവൻ BJPക്ക് പിന്തുണയാണ് കൊടുക്കുന്നത് എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണ് പറയാനുള്ളത്? ഞാൻ ശ്രീപത്മനാഭനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇന്ന് ഇരിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റിൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ എല്ലാ ന്യൂനപക്ഷങ്ങളെയും എല്ലാം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, എല്ലാവരെയും അഡ്രസ്സ് ചെയ്യുന്നതാണല്ലോ നിങ്ങൾ അവകാശപ്പെട്ടത്. ഇപ്പോൾ ഈ മന്ത്രിസഭയിൽ എത്ര മുസ്ലിം മന്ത്രിമാരുണ്ട്? എത്ര ക്രിസ്ത്യൻ മന്ത്രിമാരുണ്ട്? ഈ മുൻകാലങ്ങളിലൊക്കെ കോൺഗ്രസ് മന്ത്രിസഭകളൊക്കെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുത്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള യാതൊരു പ്രാതിനിധ്യവും കൊടുക്കാൻ തയ്യാറല്ല ഇവർ. ഏതെങ്കിലും ഒരു മതത്തെ പിടിച്ചുകൊണ്ട് ഒരു ഭൂരിപക്ഷ സമുദായത്തെ രാഷ്ട്രീയവൽക്കരണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണ്. ഒരിക്കലും ആ യഥാർത്ഥ ഒരു ഈ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദു മതവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് പറഞ്ഞത് സവർക്കർ തന്നെയാണ്. ഇവരുടെ ആചാര്യൻ സവർക്കർ തന്നെയാണ് പറഞ്ഞത്, ഞങ്ങളാരുമല്ല പറഞ്ഞത്. അപ്പോൾ അതൊരു രാഷ്ട്രീയം എങ്ങനെയാണ്, ഒരു രാജ്യത്തൊരു രാഷ്ട്രീയം എങ്ങനെ പിടിച്ചടക്കണം എന്നുള്ളതിന് ഒരു ഭൂരിപക്ഷ സമുദായത്തെ കൂട്ടുപിടിക്കുന്നു, അവരെ ഒരു വോട്ട് ബാങ്കായി കാണുന്നു എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഈ രാജ്യത്തുണ്ടായിരുന്ന, ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്തിരുന്ന ആ ഒരു സെക്യുലറിസം പാടെ ഇന്ന് ഇല്ലാതായിരിക്കുന്നു. താങ്കൾ വികസനത്തെ പറ്റി പറഞ്ഞല്ലോ. ഈ രാജ്യത്ത് ഏറ്റവും അധികം തൊഴിലില്ലായ്മ കണ്ട വർഷങ്ങളാണ് ഈ കഴിഞ്ഞു പോയത്.
ഇവിടെ കർഷകർക്ക് സമരം ചെയ്യേണ്ടി വരുന്നു, ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വരുന്നു, ഇവിടെ പൗരത്വത്തിന്റെ പേരിൽ സമരം ചെയ്യേണ്ടി വരുന്നു. ഇവിടെ സമരം ചെയ്യുന്നവരെ തീവ്രവാദികളായി നിങ്ങൾ ചിത്രീകരിക്കുന്നു. സ്റ്റെയിൻ സ്വാമിയെ പറ്റി ഞാൻ ചോദിച്ചോട്ടെ, കുറ്റപത്രം പോലും സമർപ്പിക്കാതെ ഒരു മനുഷ്യൻ, ആദിവാസികൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യനെ ജയിലിലിട്ട് നരകിപ്പിച്ച് വെള്ളം പോലും കൊടുക്കാതെ കൊന്നുകളഞ്ഞില്ലേ? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സ്റ്റെയിൻ സ്വാമി മരിച്ചതിനെ പറ്റി നമ്മൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ട്, സംഘപരിവാർ ശക്തികൾ കൊന്ന ഗ്രഹാം സ്റ്റെയിൻസിനെയും കുടുംബത്തേക്കും പറ്റി. അപ്പോൾ അതിൽ നിന്നൊന്നും യാതൊരു വ്യതിചലനവും ഉണ്ടായിട്ടില്ല. ആരാണ് പറഞ്ഞത്? മദർ തെരേസയെ പോലെ ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു വ്യക്തി മദർ തെരേസയ്ക്ക് ഭാരതരത്നം കൊടുക്കുന്നത് ശരിയായില്ല, അത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത് RSSന്റെ നേതാവല്ലേ, രാജീവ് ടുളി എന്ന് പറയുന്ന നേതാവാണ് പറഞ്ഞത്. മോഹൻ ഭഗവത് പറഞ്ഞു മദർ തെരേസയ്ക്കെതിരായിട്ട്. അപ്പോൾ മദർ തെരേസ നടത്തുന്നത് മതപരിവർത്തനമാണെന്നും അത്തരം അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തിന് നല്ലതല്ല എന്നും പറഞ്ഞത് RSSന്റെ നേതാക്കന്മാരാണ്. അപ്പൊ ഇത്തരം സംഭവങ്ങളൊക്കെ ഈ രാജ്യത്ത് നടക്കുകയാണ്. അപ്പൊ എന്നിട്ട് ഇതിനെയൊക്കെ ന്യായീകരിച്ചിട്ട് ഇപ്പൊ ശരിയാണ്, രാജ്യത്ത് ക്രിസ്ത്യൻ സമുദായം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ 2%, 2.2% വരുന്നുള്ളൂ. ഈ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്തം ഈ രാജ്യത്ത് ഈ ഭരണകൂടം, BJPയുടെ ഭരണകൂടം ചെയ്യുന്നില്ല. ഇപ്പോൾ കേരളത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, കേരളത്തിൽ കേക്കുമായി എന്തിനാണ് ഈ ക്രിസ്മസിന് പോകുന്നത്? കേരളത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ BJPയുടെ നിലപാട് എന്ന് പറയുന്നത്? ക്രിസ്ത്യൻ സമുദായങ്ങളെ അങ്ങനെ ആണെങ്കിൽ യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണം, അവരൊരു ന്യൂനപക്ഷമാണ്, അവർക്ക് സംരക്ഷണം കൊടുക്കണം എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ ഈ ഉത്തരേന്ത്യയിൽ നടക്കുന്ന പീഡനങ്ങൾ, ക്രിസ്ത്യൻ പീഡനങ്ങൾ, മണിപ്പൂർ പീഡനം നടന്നപ്പോൾ അപ്പോഴൊന്നും ഇവർ ശബ്ദിച്ചില്ലല്ലോ. അപ്പോഴൊക്കെ നിശബ്ദത പാലിച്ച BJPയുടെ നേതൃത്വം ഇപ്പൊ പറയുകയാണ് ഈ ക്രിസ്ത്യൻ പീഡനമൊക്കെ നടത്തുന്ന കേരളത്തിലെ നിർണായക ശക്തിയാണ് ക്രിസ്ത്യാനികളെന്ന് അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ പറഞ്ഞു നരേന്ദ്രമോദി കേരളത്തിൽ എവിടെ നിന്നാലും ജയിക്കും എന്നാണ് പറയുന്നത്. കേരളത്തിൽ എവിടെ നിന്നാലും ജയിക്കുമെന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ കയറി, ക്രിസ്ത്യൻ വീടുകളിൽ കയറി കേക്ക് കൊടുത്താൽ ഉടനെ തന്നെ ഇതൊക്കെ മറക്കുന്ന ഒരു സമുദായമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ വീണു പോകുന്ന, മധുരം കഴിച്ച് ഇതെല്ലാം മറന്നു പോകുന്ന ഒരു സമുദായമായിട്ടാണോ നിങ്ങൾ ക്രിസ്ത്യൻ സമുദായത്തെ കണ്ടിരിക്കുന്നത്? നരേന്ദ്രമോദി മത്സരിക്കാൻ വരട്ടെ കേരളത്തിൽ, ഇവിടെ എറണാകുളത്ത് വന്ന് മത്സരിക്കട്ടെ, ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ കേരളത്തിൽ വന്ന് ഏതെങ്കിലും ഒരു പാർലമെന്റിൽ വന്ന് നരേന്ദ്രമോദി വന്ന് ജയിക്കാൻ കഴിയുമോ എന്ന് നോക്കട്ടെ. അതിനുവേണ്ടിയാണോ ഞാൻ ചോദിക്കുന്നത്? അതിനുവേണ്ടിയാണോ നിങ്ങൾ ഈ കേക്കുമായി ഇപ്പോൾ ദേവാലയങ്ങൾ കയറി ഇറങ്ങി നടക്കുന്നത്? അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിന്ത അങ്ങ് മാറ്റിവെച്ചോ. അത്തരത്തിൽ ബുദ്ധിശൂന്യരല്ല ഈ കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾ, രാജ്യത്തുള്ള ക്രിസ്ത്യാനികൾ. ഈ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന നല്ല ബുദ്ധിയുള്ള, നല്ല വിവേചന ശക്തിയുള്ള, താങ്കൾ സൂചിപ്പിച്ച പോലെ നല്ല ബുദ്ധിയും ബോധവുമുള്ള ബിഷപ്പുമാരുൾപ്പെടെ ഉള്ളവരുണ്ട് ഇവിടെ. ഈ ബിഷപ്പുമാർ ഇന്ന് പോയവർ, ഈ വിരുന്നിന് പോയല്ലോ, ഈ വിരുന്നിന് പോയവർ എന്തുകൊണ്ടാണ് രാജ്യത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചോദിക്കാതിരുന്നത്, അല്ലെങ്കിൽ അവർക്ക് ചോദിക്കാനുള്ള ഒരു അവസരം എന്തുകൊണ്ടാണ് ഈ ഭരണകൂടം കൊടുക്കാതിരുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. പിന്നെ എന്തിനാണ് ഇവരെ വിളിച്ചു വരുത്തിയത്? അപ്പോൾ ഇത്തരത്തിൽ മധുരം കൊടുത്ത്, വിരുന്നു കൊടുത്ത് ഈ രാജ്യത്തെ ക്രിസ്ത്യാനികളുടെ അവരെ പീഡിപ്പിക്കുന്നതിനെ ഒക്കെ അങ്ങ് ഇല്ലാതാക്കാം എന്ന് BJP വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. രാജ്യത്ത് ഉള്ള ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം ഈ രാജ്യത്തുള്ളവർക്ക് മനസ്സിലാകുന്നതാണ്. അങ്ങനെ കേരളത്തിൽ ഭരണം പിടിക്കാം എന്നുള്ളതാണ്. ശരി, ഓക്കെ, ഞാൻ മടങ്ങിയെത്താം. ശ്രീ കെന്നഡി കരിമ്പുകാലയിൽ കേരളത്തിൽ 18.5% ക്രിസ്ത്യാനികളുണ്ട്. ഒരു 60-70 നിയമസഭാ മണ്ഡലങ്ങളിലും 10ഓളം ലോക്സഭാ മണ്ഡലങ്ങളിലും ഫാക്ടറാണ്. പരമ്പരാഗതമായി കേരളത്തിൽ നമുക്കറിയാം ന്യൂനപക്ഷ പിന്തുണ കൂടുതൽ കിട്ടുന്നത് കോൺഗ്രസിനും UDFനുമാണ്. 70% നമ്മളൊരു നമ്മുടെ ചില സർവേ ഏജൻസികളുടെ CSDSന്റെ ഒക്കെ കണക്കനുസരിച്ച് 70% ക്രിസ്ത്യൻ പിന്തുണയും സാധാരണ നിലയിൽ UDFനാണ് കിട്ടാറ്. ഇപ്പോൾ കുറച്ച് കൂടുതൽ, അല്ലെങ്കിൽ അതിനേക്കാൾ ആ പ്രൊപ്പോർഷൻ കുറച്ചൊന്നും മാറുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്ത് സ്റ്റിൽ UDF ആണ് ഇതിന്റെ ബെനിഫിഷ്യറി. അപ്പോൾ അവിടെ നിന്ന് ആ വോട്ട് ചങ്ക് BJPയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് സാധാരണ നിലയിൽ സാധ്യമാണ്. ഇപ്പോൾ വിമോചന സമരകാലം മുതലേ കേരളത്തിലെ UDF സംവിധാനത്തിന്റെ ഒരു ശക്തമായ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷ വോട്ട് ബേസ് ആണ്. കേരളത്തെ സംബന്ധിച്ച് ഇതുപോലെ ഒരു പ്രോമിനന്റ് ആയ ഫാക്ടറായി ക്രിസ്ത്യൻ വിഭാഗങ്ങൾ നിൽക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? അഭിലാഷ് പറഞ്ഞതിനകത്ത് ഒരു സത്യം ഇല്ലാതില്ല. കാരണം കോൺഗ്രസിൻ്റെ
ഒരു ശക്തി എന്ന് പറയുന്നത് ക്രൈസ്തവ വിഭാഗത്തിൻ്റെ നിറഞ്ഞ പിന്തുണയായിരുന്നു. പക്ഷേ ആ ഒരു പിന്തുണയിൽ ഈ അടുത്ത് കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് അവർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസം വന്ന ചില റിപ്പോർട്ട് പ്രകാരം രാജ്യത്താകമാനം തന്നെ കോൺഗ്രസ് ഈ തകർന്നടിയുന്നതിൻ്റെ പ്രധാന കാരണം ആ പോളിസി മാറ്റമാണ്. അതായത് വളരെ ഒരു ഏകപക്ഷീയമായ രീതിയിൽ ഒരു മതത്തിനോട് ചേർന്ന് നിൽക്കാൻ, ആ മതസമൂഹത്തിൻ്റെ മാത്രം പിന്തുണയുണ്ടെങ്കിൽ ജനാധിപത്യത്തിൽ മുന്നേറാം എന്ന ഒരു അബദ്ധധാരണ. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കലി അത് വളരെ തെറ്റായ ഒരു കാര്യം കൂടിയായിരുന്നു. കാരണം അത് കണക്കൊന്ന് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്ത് അത് വിജയിക്കുന്ന ഒരു കണക്കായിരുന്നില്ല. ഏതും മണ്ടനാണ് ഇത്തരത്തിലേക്കുള്ളൊരു പോളിസി ഉണ്ടാക്കി കൊടുത്തതെന്നറിയില്ല. ആ തരത്തിലേക്ക് കോൺഗ്രസ് വളരെയധികം നീങ്ങിയത് നമുക്കറിയാം. കാരണം കേരളത്തിൽ ഒരു മതഗ്രന്ഥം സർക്കാർ ചെലവിൽ വിതരണം ചെയ്തിട്ടും കോൺഗ്രസ്സുകാർ ഇവിടെ വലിയ പ്രതികരണമൊന്നും നടത്തി നമ്മൾ കണ്ടില്ല. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 96-97 ലക്ഷം രൂപ കേരളത്തിലെ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ കേരളത്തിലെ പ്രാതിനിധ്യത്തെക്കുറിച്ച് വിദേശികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കൈപ്പുസ്തകമൊക്കെ അടിക്കാനായിട്ട് 97 ലക്ഷം രൂപ, 1 കോടി രൂപ ചിലവാക്കി ടൂറിസത്തിൻ്റെ മറവിലാണ് അത്തരം പ്രവർത്തനം നടത്തുന്നത്. ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ അതിനെ ചോദ്യം ചെയ്തതായിട്ട് അറിയാമോ? ഇങ്ങനെ എണ്ണി 80-20 വിഷയത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ക്രിസ്ത്യൻ വിഭാഗത്തിന് വേണ്ടി സംസാരിച്ചത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഈ 4 അടി നീളമുള്ള നാവുള്ള കോൺഗ്രസ് നേതൃത്വത്തിൽ ആരും മിണ്ടാതെ നാവടക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ, അതായത് അനാഥത്വം, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, അനാഥത്വം തോന്നുന്ന ഒരു വിഭാഗമായി ക്രിസ്ത്യൻ സമൂഹം മാറിയെങ്കിൽ അതിനവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം പാലാ ബിഷപ്പിൻ്റെ അടക്കമുള്ള പ്രതികരണങ്ങളുണ്ടായ സമയത്ത് ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ചടക്കം എന്താ പറയുക, മത തീവ്രവാദികൾ പരസ്യമായി ആക്രോശിച്ചുകൊണ്ട് നടുറോഡിലൂടെ പോയിട്ടും ഒരു കോൺഗ്രസ്സുകാരും പോലും പ്രതികരിച്ചില്ല. അതേസമയം അവിടെ പല നടന്ന ആക്രമിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, അത്തരത്തിൽ പ്രകോപനപരമായൊരു നീക്കത്തെ തടയിടാൻ RSSന്റെ ഭാഗത്തു നിന്ന് BJPയുടെ ഭാഗത്തു നിന്ന് പരസ്യമായ ഇടപെടൽ ഉണ്ടായതും നാം കണ്ടു. അങ്ങനെയാണെങ്കിൽ ശ്രീ കെന്നഡി, BJPക്ക് കേരളത്തിൽ ജനപിന്തുണ കൂടി വരണ്ടേ? ഇപ്പൊ താങ്കൾ പറഞ്ഞ പല വിഷയങ്ങളും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ്. BJPക്ക് 2016 14.96% വോട്ട് നിയമസഭയിലേക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2019 ആയപ്പോൾ 15.54% വോട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ 2021 ആകുമ്പോൾ അത് 11% ഉള്ളൂ. 11 ചില്ലറയും ശതമാനം മാത്രമേ വോട്ടുള്ളൂ. പല ജില്ലകളിലും BJPക്ക്, പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ കോൺസെൻട്രേഷനൊക്കെയുള്ള ജില്ലകളിലടക്കം BJPയുടെ വോട്ട് ഷെയർ 10%-ത്തിലും താഴെയാണ്. നിങ്ങൾ പിന്തുണച്ച് തോപ്പിക്കുകയാണോ? തീർച്ചയായിട്ടും അഭിലാഷിൻ്റെ ആ ചോദ്യത്തോട് എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം എന്താ പറയുന്നത്, ചുണ്ടങ്ങി എന്നോ ഇങ്ങനെ തൂങ്ങി താഴോട്ട് വളരുന്നതാണ് നമ്മൾ കാണുന്നത്. അത് BJP ആണ് ഇതിന് മറുപടി പറയേണ്ടത്. കാരണം BJPക്ക് അങ്ങനെ ഒരു വളർച്ച ഇവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ അവരുടെ ആ സ്ട്രാറ്റജിയിൽ എവിടെയാണ് പിഴവ്, അത് മാറ്റിപ്പോകേണ്ടത് തികച്ചും രാഷ്ട്രീയമായ കാര്യമായതുകൊണ്ട് ഞാൻ അതിനകത്ത് അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഇറ്റ്സ് എ ഫാക്ട്. അവരുടെ ഗതി നാൾക്ക് നാൾ താഴോട്ടാണ്. ഒരു വിന്നിങ് എബിലിറ്റി ഇല്ലാതെ ഒരു ഇലക്ഷനെ ഫേസ് ചെയ്യുന്നത് ഇനി അവരെ സംബന്ധിച്ചോളം ആത്മഹത്യപരമായിരിക്കും. ഞാൻ പറയുന്നു, ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനും ഈ അസംബ്ലി ഇലക്ഷനും വിന്നബിലിറ്റി പ്രൂവ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, ആ ഒരു വിശ്വാസ്യത ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ, കേരളത്തിൽ BJPയോട് എന്തെങ്കിലും ഒരു അനുകൂല മനോഭാവം ക്രിസ്ത്യൻ വിഭാഗത്തിനുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവസാനിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരിക്കലും നന്നാവാത്ത, ഒരിക്കലും മുന്നോട്ട് പോകാത്ത ഒരു കൂട്ടരുടെ കൂടെ ആരെങ്കിലും കൂടുവോ? സ്വയം തന്നെ ചെന്ന് കുഴിയിൽ ചാടാൻ ആരെങ്കിലും നിൽക്കുവോ? അപ്പോൾ അത് അവർ തന്നെയാണ് പഠിക്കേണ്ടത്. ഇനി ശ്രീമതി ദീപ്തി മേരി വർഗീസ് പറഞ്ഞ ഒരു കാര്യത്തിനോട് കൂടി ഞാൻ പറയട്ടെ. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിലടക്കം പല സ്ഥലത്തും അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചില ക്രിസ്ത്യൻ വേട്ടകൾ നടക്കുന്നുണ്ട്. ഞാൻ അഭിലാഷ് മോഹൻ്റെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരാം. അതായത് മിസോറാമിലും നാഗാലാൻഡിലും അടക്കം 3 സ്ഥലങ്ങളിൽ ഞാൻ കണ്ടുവച്ചിരിക്കുന്നതിനായിട്ട് 85%, 75%, 90%-ഓളം ക്രിസ്ത്യാനികളാണ്. അനാദികാലം മുതൽ ഇന്ത്യയിലെ ഈ 2-3 സ്റ്റേറ്റിലൊക്കെ ക്രിസ്ത്യാനികളായിരുന്നു. അപ്പം മതം മാറ്റം ഇല്ലെന്നോ, മതപ്രചരണത്തിന് ഇന്ത്യയിൽ അവസരം കിട്ടുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. മതം മാറ്റം നടക്കുന്നില്ലെന്ന് പറയാനും കഴിയില്ല. മതം മാറ്റം നടക്കുന്നുണ്ട്. നമ്മൾ എന്തിനാണ് കണ്ണടച്ചിട്ടാക്കുന്നത്? ഞാനിങ്ങനെ പറയുമ്പോൾ കൊലംകുത്തിയാണെന്ന് പറയരുത്, സത്യം പറയുന്നു എന്ന് മാത്രം.
ഇന്ത്യയിലെ 3 സ്റ്റേറ്റിൽ 75-80% ഇന്ന് ക്രിസ്ത്യാനികളാണ്. പക്ഷേ അത് പരിവർത്തനം പാടില്ല എന്ന് പറയുന്നില്ലല്ലോ. ആദിവാസികൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഏത് മതവും പ്രൊഫസ് ചെയ്യാലോ. അത് നടക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. വ്യക്തമായി മതം മാറ്റം നടക്കുന്നുണ്ട്. അത് ചെറിയ രീതിയിലല്ല. 85-90% ഒരു ജനതയെ മാറ്റിമറിച്ച് ഒരു മതത്തിലേക്ക് എന്റെ ചോദ്യം കെന്നഡി ഷൈജു വിഷമിക്കണ്ട. അതൊരു തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതൊരു സെക്കുലർ മനോഭാവം അല്ല. ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കല്ലേ. ഞാൻ സംസാരിക്കുമ്പോ എന്തിന് ഇത്ര വിഷമം? ഞാൻ സത്യം പറയുമ്പോൾ എന്തിനാണ് ദീപ്തിക്ക് ഇത്ര വിഷമം? ഞാൻ സത്യം പറയുമ്പോൾ വിഷമം ഈ പറയുന്നത് ഇല്ല. ക്രിസ്ത്യൻ പറയട്ടെ ക്രിസ്ത്യൻ വിഭാഗത്തിന് ഇത്ര ശതമാനം, ജനവിഭാഗത്തിന് ഇത്രയും പെർസെൻറ്റേജ് കൂടി എന്ന് പറയുന്നതിലല്ല എനിക്ക് വിഷമം. സ്വാഭാവികമായും ഒരു സെക്കുലർ മനോഭാവത്തിൽ ചിന്തിക്കുമ്പോൾ എവിടുന്നെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടാവണമല്ലോ. ആ കുറവ് വരുന്ന വിഭാഗത്തിന് അസ്വാരസ്യം ഉണ്ടാകുന്നത് മനസ്സിലാക്കാൻ മതപ്രചരണം കൂടി ഇപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 അനുസരിച്ച് മതം പ്രചരിപ്പിക്കാനുള്ള അവകാശവും ഉണ്ട്. അത് ഭരണഘടനാദത്തമായ അവകാശമാണ്. ഇവിടെ ചില സ്റ്റേറ്റുകൾ നിയമം നിർമ്മിച്ച കാര്യം ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചു ശ്രീമതി ദീപ്തി വർഗീസ്. കെന്നഡി ഈ പറഞ്ഞ ലോജിക് വെച്ചാണെങ്കിൽ തോമസ് ലീഹ ഇവിടെ വന്ന് മതം സ്ഥാപിക്കുന്ന കാലത്ത് BJP ആണ് ഭരിച്ചിരുന്നെങ്കിൽ പുള്ളി ജയിലിൽ കിടന്നേനല്ലോ. അങ്ങനെ എന്താണെന്നറിയോ, അഭിലാഷിന് ചില സമയത്ത് ഈ നമ്മുടെ മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണി പറഞ്ഞതുപോലെ ദൊന്ന വ്യക്തിത്വം അപര വ്യക്തിത്വം വരും. ചില സമയത്ത് അഭിലാഷ് ഭവനിൽ ജോൺ ബിട്ടാസ് കയറും. അങ്ങനെ കയറണ്ട. ദേശാഭിമാനി വായിക്കുന്നത് ദുശീലമാണെന്ന് ഞാൻ പറയല്ല. പക്ഷെ അഭിലാഷ് ഭവൻ അത് പറഞ്ഞോണ്ട് കിടക്കരുത്. താങ്കൾ പറഞ്ഞ യുക്തി അനുസരിച്ചാണെങ്കിൽ അങ്ങനെയല്ലേ? അതിലിപ്പോ ദേശാഭിമാനിയിൽ അങ്ങനെ വന്നോ? ഞാൻ കണ്ടില്ല. അല്ല, ഇന്ത്യയിലെ 2-3 സ്റ്റേറ്റിൽ ഇതാണ് സത്യം. അപ്പൊ സ്വാഭാവികമായും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവും. അത് വലിയ വാർത്തകളിലായി ദേശാഭിമാനി അടക്കമുള്ള വാർത്തകൾ പത്രങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നു. ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് ഒരുപാട് സമയമില്ല. ശരി, ഓക്കെ. ഷൈജു ആന്റണി, ഇപ്പോ നമ്മളിപ്പോ കാസയുടെ ഒക്കെ സോഷ്യൽ മീഡിയ പ്രചാരണത്തിലൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത ആളുകൾക്ക് അത് കെന്നഡി പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ള മട്ടിൽ കണ്ടാൽ മതി. പല വാദങ്ങളും ഏതാണ്ട് അമ്മാതിരി വാദങ്ങളാണ് ഉന്നയിച്ചത്. ഇത്തരത്തിലുള്ള വാദങ്ങൾ ഇപ്പോൾ വളരെ സജീവമായി ചർച്ചകളിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും അത് വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. അത് എത്രമാത്രം ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഈ മതവിശ്വാസികളെ എന്ന് താങ്കൾ പറയൂ. അഭിലാഷ, ഞാനൊരു കാര്യം പറയാം. ഒന്ന്, ഇപ്പൊ നേരത്തെ സംസാരിച്ചിരുന്ന BJPയുടെ വക്താവ് പറഞ്ഞത്, ശ്രീ പത്മനാഭൻ പറഞ്ഞത്, അവർ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ വിശ്വസിക്കുന്നു എന്നാണ്. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി മാറ്റി സോഷ്യൽ മീഡിയ എഞ്ചിനീയറിംഗിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടി ഉചിതം എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടുത്തെ അടുത്ത പ്രശ്നം, അദ്ദേഹം ഈ വിഷയങ്ങളെ മുഴുവൻ അഡ്രസ്സ് ചെയ്യാൻ നോക്കിയത് അദ്ദേഹത്തിന്റെ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന എലക്ഷൻ എഞ്ചിനീയറിങ്ങിനെ നോക്കിയിട്ടാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് മറ്റൊരു രാഷ്ട്രീയമാണ്. അതിനകത്ത് അവർ മുന്നോട്ട് വയ്ക്കുന്ന വലിയ കുറേ വിഷയങ്ങളുണ്ട്. അതിനകത്ത് BJP എടുത്തണിഞ്ഞിരിക്കുന്ന മതേതരത്വം എന്ന് പറയുന്നത് ഒരു മുഖംമൂടിയാണ്. സെക്കുലറിസം ഈസ് എ മാസ്ക് ഫോർ ദം. അതൊരു മുഖംമൂടി മാത്രമാണ്, അത് അവരുടെ മുന്നിലില്ല. എന്നാൽ കേരളത്തിലെ ക്രിസ്ത്യാനി എന്ന് വേണ്ട, മുസ്ലിം എന്ന് വേണ്ട, ഹിന്ദു എന്ന് വേണ്ട, ഹൈന്ദവരുടെ, ഞാൻ പറഞ്ഞ കേരളത്തിലെ ഹിന്ദുവിന്റെ മനസ്സിൽ പോലും മതേതരത്വം എന്ന വാക്ക് ആഴത്തിൽ വേരോടിയതാണ്. അതിൻ്റെ കൃത്യമായ പ്രതിഫലനമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടത്. ചില ഇൻസിഡന്റുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട്, ചില പ്രത്യേക കാര്യങ്ങളെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഒരു അപരമത വിദ്വേഷം സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ ഒരു നേട്ടമുണ്ടാക്കാമെന്ന് കരുതുന്നത് അപകടകരമാണ് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അത് BJPയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കേരളത്തിൽ, അതായത് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ബാക്കിയുള്ളിടത്ത് നടത്തുന്നത് പോലത്തെ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് കൊണ്ട് കേരളത്തിൽ ഗുണകരമായ ഒരു പ്രതിഫലനം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. കേരളത്തിൽ വായിക്കുന്ന മനുഷ്യരാണ്. ഈ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫ്രണ്ടിന്റെ കണക്കനുസരിച്ചിട്ട് 2023 ജനുവരി മാസം 1 മുതൽ നവംബർ മാസം 30 വരെ മാത്രം ഇന്ത്യയിൽ 687 പ്രാവശ്യം ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്.
687 പ്രാവശ്യം അവരത് അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ട് ഇന്ന് വരെ ഒരു BJP കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റോ ആരും ഇന്ന് വരെ അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ അവർ പ്രസിദ്ധപ്പെടുത്തിയത് മുഴുവനും അവരുടെ മുന്നിലുള്ള FIRകളുടെ അടിസ്ഥാനത്തിലാണ്. 687 പ്രാവശ്യം. ഇത് ചെറിയ കണക്കല്ല എന്ന് ഓർക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ദിവസത്തിൽ ഒന്നിലേറെ പ്രാവശ്യം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ക്രിസ്ത്യാനി അവന്റെ മതം പറയുന്നതിന്റെ പേരിൽ, അവന്റെ സ്വന്തം അവൻ പ്രാർത്ഥിക്കുന്നതിന്റെ പേരിൽ അവൻ ആക്രമിക്കപ്പെടുന്നു. ഇതൊരു നിസ്സാര കാര്യമായി എങ്ങനെ കെന്നഡിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞത് കെന്നഡി ഇപ്പോ മിസോറാമിലെയും നാഗാലാൻഡിലെയും മണിപ്പൂരിലെയും കാര്യങ്ങളൊക്കെയാണ് എടുത്ത് പറയുന്നത്. കെന്നഡി മനസ്സിലാക്കേണ്ടത് അവിടെയുള്ളത് മുഴുവൻ ഗോത്രവർഗങ്ങളാണ്. അവിടെയുള്ളത് ഏതെങ്കിലും ഒരു വലിയ മതവിഭാഗത്ത് നിന്ന് മാറിപ്പോയവരല്ല എന്ന് ഓർക്കണം. ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ടവർ ക്രിസ്ത്യാനികളായവരാണ്. അവർ പാലിച്ചിരുന്നത് അവരുടെ ഗോത്രവർഗ ആചാര രീതികളാണ്. അത് ഇപ്പോഴും തുടരുകയാണ്. അത് ക്രിസ്ത്യാനിറ്റിയുടെ ഇൻക്ലൂസീവ്നെസിന്റെ ഗുണമാണത്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ക്രിസ്ത്യാനിറ്റിയുടെ ഇൻക്ലൂസീവ്നെസിന്റെ ഗുണമാണ്. അവർ ഗ്രാമാന്തരങ്ങളിൽ പോയി, മനുഷ്യർക്ക് നടക്കാൻ പറ്റാത്ത ഇടങ്ങളിൽ പോയി ആ മനുഷ്യരോടൊപ്പം ജീവിക്കുന്നതിന്റെ പ്രഥമമായ ഉദാഹരണമാണ് ആ കാണുന്നത്. അതിന്റെ പേരിൽ കെന്നഡിയെ പോലെ ഒരാളൊന്നും ഇവിടെ വന്നിരുന്ന് ഇത്തരം തോന്നിവാസങ്ങളൊന്നും വിളമ്പിക്കൂടാ. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം ഇലക്ഷൻ എഞ്ചിനീയറിംഗുകൾ, അതായത് ഒരു അപരമത വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ കേരളത്തിലെ വിദ്യാസമ്പന്നരായ മനുഷ്യരുടെ ഇടയിൽ ജാതി വിടുന്ന്, ഏത് ജാതി എന്നൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞു ഒരു ജാതി മനുഷ്യന്റെ ഇടയിലും ഒരല്പം പോലും വേരോട്ടം ഉണ്ടാകുമെന്ന് കരുതുന്നവനല്ല ഞാൻ. ശരി, ഓക്കെ, അതാണ് ആ ഒരു നിരീക്ഷണം. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ചർച്ച അവസാന ഘട്ടത്തിലാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ശ്രീ VP ശ്രീപത്മനാഭൻ കെന്നഡി പറഞ്ഞാണ്, വിന്നിംഗ് പൊട്ടൻഷ്യൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പൊ ന്യൂനപക്ഷങ്ങൾ ഞങ്ങൾ വോട്ട് ചെയ്താൽ ഇവർ ജയിക്കുമോ, നമുക്കെന്ത് നേട്ടം എന്നുള്ള നിലയിൽ ആലോചിക്കുമ്പോൾ BJPയുടെ കേരളത്തിലെ വോട്ട് ഷെയർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും കുറഞ്ഞു. നമ്മൾ 2 ഉപതെരഞ്ഞെടുപ്പ്, തൃക്കാക്കരയും പുതുപ്പള്ളിയും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കോൺസെൻട്രേഷനുള്ള 2 മണ്ഡലങ്ങളാണ്. അവിടെ BJPയുടെ വോട്ട് ഷെയർ വളരെ എന്താ പറയുക അലാമിംഗ് എന്നുള്ള നിലയിൽ കുറഞ്ഞു. അപ്പോൾ ജയിക്കാൻ സാധ്യതയില്ലാത്ത ആളുകളുടെ വീട്ടിൽ കേക്ക് കൊണ്ട് കൊടുത്താൽ അവർ വോട്ട് ചെയ്യുമോ? ഇതൊന്നും അല്ല അഭിലാഷ പ്രശ്നം. കൺസിസ്റ്റൻസി ഓഫ് പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. അതായത് രാഷ്ട്രീയ നിലപാടുകളുടെ അല്ലെങ്കിൽ വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടുകളുടെ സ്ഥിരതയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിശ്വാസ്യത. നിങ്ങൾ ഞങ്ങളെ നോക്ക്, ഞങ്ങൾ എതിരാളികൾ വരെ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഒരു വിഷയത്തെ ഒരു നിലപാടെടുത്താൽ തല പോയാലും ഞങ്ങൾ മാറൂല. വോട്ട് കിട്ടും ഇല്ലെങ്കിൽ കിട്ടില്ല, അത് വേറെ. തോൽക്കും ജയിക്കും, ഞങ്ങൾക്ക് മാറ്റമില്ല. 986-ൽ 2 സീറ്റ് ലോക്സഭയിലുള്ളപ്പോൾ രാജ്യസഭയിൽ അടൽജി പറഞ്ഞു ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ 370 എടുത്തു കളയുന്നു. ആളുകൾ ചിരിച്ചു, ആ രാജ്യസഭയിലത്തെ ആളുകൾ. ഞങ്ങൾ ഓരോ വിഷയത്തിലും എടുക്കുന്ന നിലപാടെന്താ? കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താ? 86-ൽ രാമജന്മഭൂമി പ്രക്ഷോഭത്തിൻ്റെ തുടക്കം വന്നപ്പോൾ എതിർത്തു. 89-ൽ ഷബാനു കേസ് വിഷയം ദോഷമായി എന്ന് കണ്ടപ്പോൾ രഹസ്യമായിട്ട് അനുകൂലിച്ചു. പിന്നെ നരസിംഹറാവു എതിർത്തു, അനുകൂലിച്ചു. കപിൽ സിബൽ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞു രാമജന്മഭൂമിയിൽ ക്ഷേത്രം വരുന്നെന്ന് ഞാൻ തൂങ്ങിച്ചാവുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതാണ് പ്രധാന ഐറ്റം. ഈ കോൺഗ്രസ് സർക്കാർ, UPA സർക്കാർ സേതുസമുദ്രം പ്രോജക്റ്റ് കേസ് വന്നപ്പോൾ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്തു. രാമായണവും രാമനൊക്കെ കെട്ടുകഥയാണ്. ഇപ്പം പറയുന്നു ഞങ്ങളും ഇതിന് സഹായിച്ചിട്ടുണ്ട് രാമക്ഷേത്ര നിർമ്മാണത്തിൽ. അതൊക്കെ വേറെ നിലപാടില്ല. നമുക്ക് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട സമയത്തെ ചർച്ചകളിൽ കുറച്ചുകൂടിയൊക്കെ പറയാം. എന്തായാലും ഞങ്ങൾ ശരി എന്റെ സമയം അവസാനിച്ചുകൊണ്ടാണ് ഇടപെടുന്നത്. വളരെ നന്ദി ശ്രീ പത്മനാഭൻ, ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ശ്രീ ഷൈജു ആന്റണി, ശ്രീ കെന്നഡി, വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.